ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പതിവുപോലെ CGL-ന്റെ PYQ ആണ് ചെയ്യുന്നത് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഈ ഇടയ്ക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ ചോദിച്ചാൽ ചോദിക്കും, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും കേട്ടോ. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ബേസിക് പഠിക്കാൻ മറന്നുപോയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടില്ല. സോ ബേസിക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ പോർഷൻസ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു 10 ക്വസ്റ്റ്യൻസോളം എടുത്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണം. നിങ്ങളുടെ ലെവൽ എവിടെ നിൽക്കുന്നുണ്ടെന്ന് നോക്കണം. എല്ലാവരും ഭയങ്കരമായിട്ട് പഠിക്കുവാണ്. നമ്മൾ ആ ഒരു വലിയ കോമ്പറ്റീഷനിലേക്കാണ് പോകുന്നത്. അപ്പം ആ വലിയ കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അത്രയും വലുതായിട്ട് തന്നെ പ്രാക്ടീസും ചെയ്യണം. ഓക്കെ, അപ്പോ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ടോപ്പിക്കേ എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുക. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. PYQ സെക്ഷൻസും ഉണ്ട്. ഏതാണ് ഞാൻ വീക്ക് എന്ന് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവണം ഏത് സെക്ഷനാണ് ഞാൻ വീക്ക് എന്ന്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് CGL-ല് ഒരു കിട്ടിയ ഷിഫ്റ്റുകളുടെ എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ എക്കണോമിക്സ് ചില സമയത്ത് എടുക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ നമ്മുടെ പൊളിറ്റി, ഈ 4 ഞാൻ എടുത്തേക്കുന്നത്. ബാക്കി സ്റ്റാറ്റിക്, GK, കുറച്ച് പോർഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ കുറെ കറണ്ട് അഫയേഴ്സ് അത് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. വേറെ എന്തെങ്കിലും ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പോർഷൻസ് ആണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പം എല്ലാരും കറക്റ്റ് ആയിട്ടും ആൻസേഴ്സ് ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗോദാവരി മഹാനദി, കൃഷ്ണ ആൻഡ് കാവേരി, ഗംഗ ആൻഡ് യമുന, മാഹി ആൻഡ് സബർമതി. ഇത് കുറച്ച് ടഫ് ക്വസ്റ്റൻ അല്ലേ. നമ്മൾ റിവറിന്റെ ആ ഒരു റിവേഴ്സ് എങ്ങോട്ടാ ഒഴുകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വൃത്തിയായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം, അതും ഈ റിവറുകളെല്ലാം എങ്ങോട്ടാ ഒഴുകുന്നത് അറിഞ്ഞിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരുന്നു ഇത് അല്ലെ. അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചെറിയ സെക്ഷനാണ്. അപ്പോ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം മാർക്ക് ചെയ്ത ഒരു മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ റിവർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലസിനകത്താണെങ്കിൽ റിവർ മാർക്ക് ചെയ്തത് ഉണ്ടാവും. അറ്റ്ലസ് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്ത റിവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് വേണം. ഞാൻ എപ്പോഴും പറയുന്ന ജോഗ്രഫി പഠിക്കുന്നത് എപ്പോഴും മാപ്സ് യൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോ ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. നോക്കിക്കേ, ലൂണി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലൂണി നമ്മുടെ ഓപ്ഷനിലില്ല. ലൂണി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഓരോ റിവറും പഠിക്കുമ്പോൾ ഇത് എവിടെയാണെന്ന് ജസ്റ്റ് ഒരു ഇന്ത്യയുടെ മാപ്പിൽ മാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ലൂണി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. സബർമതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മാഹി, ഈ മാഹി റിവർ ഇതാണ് കേട്ടോ. മാഹി, നർമ്മദ കേട്ടോ, താപ്തി. നമ്മുടെ ഓപ്ഷനിലുള്ളത് നോക്കിക്കേ, കൃഷ്ണയും ഗോദാവരി, മഹാനദി ഒന്നും കണ്ടില്ല. താഴെ മാഹിയും സബർമതിയും കണ്ടോ. മാഹി, സബർമതി, ഈ 2 റിവേഴ്സും വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ആണ് അല്ലെ. താഴെ നമ്മുടെ കേരളത്തിൽ ഫുള്ള് വരുന്നത് 41ഓളം വരുന്നത് വെസ്റ്റ് ഫ്ലോയിങ് ആണ്. ഇവിടെ ഭാരതപ്പുഴയും പെരിയാറും പമ്പയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മണ്ടോവിയൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഞാൻ ഓരോന്നും പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് പഠിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയഗ്രാം തന്നത്. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ഓരോ റിവറും പഠിക്കുമ്പോൾ എങ്ങോട്ടാ ഒഴുകുന്നതെന്ന് നോക്കി വെച്ചേ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ടില്ലേ. അപ്പൊ നമുക്ക് എഴുതണ്ടേ, ആൻസർ എഴുതണ്ടേ. തൽക്കാലം നമുക്കിപ്പോ മാഹി, സബർമതി എന്നാണ് ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? മാഹി ആൻഡ് സബർമതി എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മാഹി ആൻഡ് സബർമതി ആണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ബാക്കിയെല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, ഗംഗ, യമുന, ഇതെല്ലാം എന്താണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. ഏതാണ് വെസ്റ്റ് ഫ്ലോയിങ്ങിനകത്ത് വരുന്നത്? മാഹിയും സബർമതിയും. മാഹി, സബർമതി എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നർമ്മദയും താപ്തിയും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. നർമ്മദ, താപ്തി, ലൂണിയൊക്കെയാണ് CGL ഇഷ്ട ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. റിവർ പഠിക്കുമ്പോ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓർമ്മ നിൽക്കും, സ്വന്തമായിട്ട് വരച്ച് പഠിച്ചാലൊക്കെ.
അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ ആൻസർ മാഹി സബർമതി ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനകത്ത് ആൻസർ വരുന്നത് മാഹി ആൻഡ് സബർമതി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Part 4A of the Indian Constitution was inserted in the Indian Constitution through Dash Constitutional Amendment Act. ഒന്നുമില്ല, പാർട്ട് 4A എന്ന് പറയുന്ന പാർട്ട് അല്ലെ. ഞാൻ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ പറയുന്നത് ഈ പറയുന്ന വലിയ അക്ഷരങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തതായിരിക്കും. 4A എന്ന് പറയുന്ന ഈ വലിയ അക്ഷരങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് എന്താണ്, അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തതായിരിക്കും. 21A കണ്ടിട്ടില്ലേ? അപ്പൊ ഈ 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ഇൻസേർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് 42nd അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് 4A നമ്മൾ ആഡ് ചെയ്യുന്നത്. 4A ആഡ് ചെയ്യുന്നത് എന്താണ് 4A പറയുന്നത്? എന്താ 4A പറയുന്നത്? ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ആർട്ടിക്കിൾ ഏതാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ? 51A ആണ്. 51A ആണ്. 1976 നമ്മുടെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ സമയത്താണ് 42nd അമെന്റ്മെന്റ് വരുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ 42nd അമെന്റ്മെന്റിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തിരുത്തു വരുത്തിയ ഒരു അമെന്റ്മെന്റ് ആണ്. വലിയൊരു ബുക്ക് കണക്കുള്ള ഒരു അമെന്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ, അതായത് പ്രിയാമ്പിളിൽ ചേഞ്ചസ് വരുത്തിയ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ പ്രിയാമ്പിൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. അത് ഏത് അമെന്റ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ അത് 42nd അമെന്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോ 4A എന്ന് പറയുന്നത് ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരെയുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾ മാക്സിമം കാണാതെ പഠിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം. 51A നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തേക്കുന്നത്. ഇവര് ഫസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാ? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 51 എങ്ങനെയാ കൊടുത്തേ? 51A, പിന്നെ കുഞ്ഞ് A, കുഞ്ഞു B, അങ്ങനെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ആ ഒരു ഓർഡറിൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാം നമുക്ക് ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണേ എന്ന് പറയുന്നേ ഉള്ളൂ ഞാൻ. അപ്പൊ ആദ്യം ഒരു 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ ആ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കൂടെ 2002 നമ്മള് 82nd അമെന്റ്മെന്റ് വഴി 11ാമത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളതെന്ന് ചോദിച്ചാൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ 2002 അതെന്താണ്? വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റ്. വിദ്യാഭ്യാസം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കി മാറ്റി. അതിന്റെ കൂടെ 6 to 14 years, 6 മുതൽ 10 ഇയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് പേരൻസിന്റെ ഡ്യൂട്ടി ആണെന്നുള്ള ഒരു എക്സ്ട്രാ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ 2002 82ാമത്തെ അമെന്റ്മെന്റ് ആക്ട് വേണ്ടിയിട്ട് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? പാർട്ട് 4A നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തത് 42nd അമെന്റ്മെന്റ് ആക്ട് വഴിയാണ്. 42nd അമെന്റ്മെന്റ് ആക്ട് വന്നത് 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തത് USSR നിന്നാണ് കേട്ടോ. USSR നിന്നാണ്, റഷ്യ. USSR നിന്നാണ് നമ്മൾ കടമെടുത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ആർട്ടിക്കിളിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ 1976 ഒരു 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്തത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം 2002 നമ്മൾ എന്താണ്, 82ാമത്തെ അമെന്റ്മെന്റ് ആക്ട് വരുന്ന സമയത്ത് വിദ്യാഭ്യാസം ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയ ഒരു എന്താണ് അമെന്റ്മെന്റ് ആണ് 82nd അമെന്റ്മെന്റ് ആക്ട്. നമ്മൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ വഴി എന്താണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ കർത്തവ്യമാണ്. അത് അവരുടെ മൗലിക അവകാശമാണ്. കുട്ടികൾക്ക് എന്താ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുക എന്നുള്ളത്. അത് ആരുടെ ചുമതലയാണ്? സ്റ്റേറ്റിന്റെ ചുമതലയാണ്, ഗവൺമെന്റിന്റെ ചുമതലയാണ് ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ 21A ആഡ് ചെയ്തത്. അതിന്റെ കൂടെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് 51A 11ാമതായിട്ട് 51AK എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ കൂടി ആഡ് ചെയ്തു കേട്ടോ. 51AK എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 51AK എന്താ പറയുന്നത്? 51K പറയുന്നത് കുട്ടികൾക്ക്, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 51AK പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ആരുടെ മൗലിക കർത്തവ്യമാണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെന്ന് ചോദിച്ചാൽ അവരുടെ പേരൻസിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെന്ന് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി. ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ
അത് കോഡ് വെച്ച് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ദിശയുടെ ക്ലാസ്സുകൾ എപ്പോഴും പറയുന്നതാണ്, ഓൺലൈനായിട്ട് നമുക്ക് ഒരു 5 സെന്റേഴ്സ് ആണ് ഉള്ളത്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഏത് സെന്റർ ആണോ ഉള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വിശാലമായ ലാബും നല്ല മെന്റേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ്, ഓഫ്ലൈൻ കോഴ്സസും എല്ലാം അവൈലബിൾ ആണ്. ഓഫ്ലൈൻ കോഴ്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം സെന്ററുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോയി പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈൻ കോഴ്സസ് ആണ്. അപ്പോ കൊല്ലത്തും, കൊട്ടാരക്കരയും, തൃശ്ശൂരും, കാലിക്കറ്റും, ട്രിവാൻഡ്രത്തും അന്വേഷിക്കേണ്ട നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. കോഴ്സ് ഫീസും റണ്ണിങ് കോഴ്സുകളെ പറ്റിയും അടുത്ത കോഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ നമ്പറുകളിൽ വിളിച്ച് ചോദിച്ചാൽ കിട്ടും. അപ്പോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഓൺലൈൻ കോഴ്സസും ഉണ്ട്, ആപ്പ് വഴി ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഓൺലൈൻ കോഴ്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. SSCക്കും RRBക്കും ബാങ്കിനും ഒക്കെ ആയിട്ട് നമ്മൾ ഓൺലൈൻ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ദിശയുടെ ആപ്പ് വഴി ഡെയിലി ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസും അതിന്റെ റെക്കോർഡഡും ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഓൺലൈൻ കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിദോ ആൻഡ് കാനോ വെയർ ലീഡേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രൈബൽ റിബലിയൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. സിദുവും കാനോവും നമ്മളെപ്പോഴും ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് ട്രൈബൽ റിബലിയൻസ് ഉണ്ട്. ഓക്കെ, ട്രൈബൽ റിബലിയൻസ് മിക്കവാറും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. അപ്പൊ സിദു കാനോ ഏത് ട്രൈബൽ റിബലിയന്റെ ലീഡേഴ്സ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷനിൽ നമ്മൾ മാപ്പിള എന്ന് പറയില്ലേ, അതാണ് മോപ്ല റിബലിയൻ കൊടുത്തേക്കുന്നത്. സന്താളുണ്ട്, കോളുണ്ട്, മുണ്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് സന്താൾ റിബലിയൻ ആണ് കേട്ടോ. സന്താൾ റിബലിയൻ ആൻസർ തന്നെയാണ്. സിദ്ധുവും കാനും ലീഡേഴ്സ് ഓഫ് ദി സാന്താൾ റിബലിയൻ ആണ്. ഓക്കെ, സാന്താൾ റിബലിയൻ ആണ് സിദ്ധു കാനും. 1855-56 സമയത്താണ് ഇപ്പോഴത്തെ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലാണ്, രാജ്മഹൽ ഹിൽസിലാണ് ഇവർ താമസിച്ചത് കേട്ടോ. രാജ്മഹൽ ഹിൽസിലാണ് ഈ പറയുന്ന സാന്താൾ വർഗത്തിൽപ്പെട്ട ട്രൈബൽസ് ഉണ്ടായിരുന്നത്. രാജ്മഹൽ ഹിൽസിലാണ്. അത് ചോദിച്ചിട്ടുണ്ട്, രാജ്മഹൽ ഹിൽസിൽ എവിടെയാ താമസിച്ചിരുന്നതെന്ന്. ആ വർഷം ചോദിച്ചിട്ടുണ്ട്. 1855-1856 ആണ്. 1855 ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സിദ്ധു കാനു ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. സിദ്ധു കാനു ഓർത്ത് വെച്ചേക്കണേ. സാന്താൾ റിബലിയന്റെ ലീഡേഴ്സ് ആരൊക്കെയാ? സിദ്ധു കാനു. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1855-56. സ്റ്റാർട്ട് ചെയ്ത വർഷം 1855 ആണ് കേട്ടോ. രാജ്മഹൽ ഹിൽസിലാണ്, ഇപ്പോഴത്തെ ജാർഖണ്ഡിലാണ് രാജ്മഹൽ ഹിൽസ് ഉള്ളത്. രാജ്മഹൽ ഹിൽസിൽ ഇവര് ഇവർക്കെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും മറ്റു കാര്യങ്ങളും ടാക്സേഷൻ പോളിസിയും. ഇവര് അഗ്രികൾച്ചർ പീപ്പിൾസ് ആണ്. കാട്ടിൽ ജീവിച്ചിരുന്നതാണ്. ഇവർ അതുപോലെ കൃഷിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മേൽ കുറച്ച് നിയമങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. അപ്പൊ അതിനെതിരെയാണ് സിദ്ധുവും കാനുവും ലീഡർഷിപ്പിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സാന്താൾ വർഗത്തിൽപ്പെട്ട ട്രൈബൽസ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങളാണ് ഈ പറയുന്ന സാന്താൾ റിബലിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കേണ്ട എന്തൊക്കെയാ? ഇനി തൊട്ട് സിദ്ധു കാനു എന്ന് പറയുമ്പോഴേ തന്നെ സാന്താൾ റിബലിയൻ ഓർത്തിരിക്കണം. ഇനി വർഷം ചോദിച്ചാൽ 1855-56 ഓർത്തിരിക്കണം. എവിടെയാണ് അവരുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ രാജ്മഹൽ ഹിൽസ്. ട്രൈബൽ റിബലിയൻ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ട്രൈബൽ റിബലിയൻസ് വന്നിട്ടുണ്ട്. കേരളത്തിൽ കുറിച്യർ രഹള എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. കുറിച്യ കുറുമ്പ ട്രൈബൽസ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത്. കേരളത്തിൽ നടന്ന ട്രൈബൽ റിബലിയൻ ആണ് കുറിച്യ ലഹള കേട്ടോ. കുറിച്യ അറിയാത്തവർക്ക് വേണ്ടിയാണേ. ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേര് കാണും. എങ്കിൽ കുറിച്യ റിബലിയൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. ഓർത്ത് വെച്ചേക്കാം. മാപ്പിള റിബലിയൻ കേരളത്തിലാണ് കേട്ടോ. അപ്പൊ തൽക്കാലം ഇത്ര ഓർത്ത് വെച്ചേക്കോ. സാന്താൾ റിബലിയനെ പറ്റി 1855-56 സമയത്താണ് നടന്നത്. രാജ്മഹൽ കുന്നുകളാണ്, രാജ്മഹൽ ഹിൽസിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇതിന്റെ ലീഡേഴ്സ് സിദ്ധു കാനു. ഇവർക്കെതിരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ടാക്സേഷൻ പോളിസീസ് ഒക്കെയാണ് ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ടുള്ള റീസൺ. ഓർത്ത് വെച്ചേക്കണേ അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ്. ഓപ്ഷൻ നല്ല സിമ്പിൾ ആണ്. വോൾക്കാനോ, ക്രസ്റ്റ്, കോറ്, മാൻഡിൽ. വോൾക്കാനോ ഒന്നും അല്ലെന്ന് എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അപ്പൊ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഏതാണ് നോക്കിക്കേ. ഇങ്ങനെയാണ് നമ്മുടെ എർത്ത് ഒന്ന് കീറി വെച്ചാൽ കാണുന്നത് നിങ്ങൾ. ഓക്കെ, എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. ഇത് നല്ല വിശദമായിട്ട് നമ്മൾ ബേസിക് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളതാണ്. ക്ലാസ് കേട്ടവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു
ഫിഗർ ഒക്കെ എടുത്തു വെച്ച് എന്നെ പഠിപ്പിക്കുന്നത് കേട്ടോ. ക്രസ്റ്റ്, മാൻഡില്, കോറ്, മൂന്നെണ്ണമാണ് നമ്മൾ എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്രസ്റ്റ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട്, നമ്മുടെ മുട്ടത്തോട് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു പോർഷനാണ്, മുട്ടയുടെ തോട് കണക്ക് വളരെ ചെറിയൊരു പോർഷനാണ് ക്രസ്റ്റ്. വിശേഷം ഏറ്റവും കൂടുതൽ മാസം ഉള്ളത് മാൻഡിലിനാണ് കണ്ടോ, മാൻഡില്. ഓക്കെ, പിന്നെ കോറ്. കോറ് എന്താണ്, ഏറ്റവും സെൻട്രൽ ഇരിക്കുന്ന ആ ഒരു പോർഷനാണ് കോർ എന്ന് പറയുന്നത്. കോർ നമ്മൾ ഔട്ടർ കോർ, ഇന്നർ കോർ, ഇതെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ ഒക്കെ പറഞ്ഞാണ് ക്ലാസ്സിൽ. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് മാൻഡില്. എങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചാൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ്: ക്രസ്റ്റ്, മാൻഡില്, കോർ. ക്രസ്റ്റ്, മാൻഡില്, കോർ. ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പറയാനായിട്ടുണ്ട്. തൽക്കാലം ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് ഏതാണ്? ക്രസ്റ്റ് ആണ്. ഓക്കെ, ക്രസ്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ക്രസ്റ്റ് തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് സിയാലെന്നും സിമയെന്നും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. നമ്മള് എന്താണ് മലയാളത്തിൽ എന്താണ് വൻകര, ഭൂഖണ്ഡം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോ ക്രസ്റ്റ്, മാൻഡില്, കോറ് എന്നിങ്ങനെയാണ് മൂന്ന് ഡിവിഷൻ. തൽക്കാലം ഇപ്പൊ അത് അറിഞ്ഞിരിക്കുക. ക്രസ്റ്റ്, മാൻഡില്, കോർ എന്നാണ് മൂന്ന് ഡിവിഷൻ. ഏറ്റവും പുറത്തുള്ളത് ക്രസ്റ്റ്, അതിന് നടുക്ക് വരുന്നത് മാൻഡിൽ. ഏറ്റവും കൂടുതൽ വരുന്ന മാസ് വരുന്നത് മാൻഡിലിന്റെ പോർഷൻ ആണ്. ഏറ്റവും നടുക്കായിട്ട് വരുന്നത് കോറാണ്. കോറിന്റെ ചുറ്റും നമ്മൾ ഔട്ടർ കോർ, ഇന്നർ കോർ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ കോറാണ് ഏറ്റവും നടുക്കായിട്ട് വരുന്നത്. അത് അത്രയും ഓർത്തു വെച്ചേക്കുക തൽക്കാലം. അപ്പം ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് എന്താണ്? ക്രസ്റ്റ് ആണ്. മൂന്ന് പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ്, മാൻഡില്, കോർ. ഓർത്തു വെച്ചേക്കാം. അടുത്ത നോക്കിയേ, അപ്പർ ഹൗസ് ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ്. ഓപ്ഷനിൽ വിധാൻ പരിഷത്ത് ഉണ്ട്, രാജ്യസഭ, ലോക്സഭ, വിധാൻ സഭ. അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആണ് അല്ലെ. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആകുമ്പോൾ നമ്മള് ഇതിനകത്ത് വിധാൻ പരിഷത്തോ വിധാൻ സഭയോ ആണെന്നുള്ള കൺക്ലൂഷനിലേക്ക്, സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ വിധാൻ സഭയോ വിധാൻ പരിഷത്തോ ആണെന്നുള്ളത് കിട്ടും. അപ്പൊ ഇതിനകത്ത് ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമേ, ചില സ്റ്റേറ്റിന് മാത്രമേ നമുക്ക് അപ്പർ ഹൗസ് ഉള്ളൂ അല്ലെ. 2 ഹൗസസ് ഉള്ള ചില സ്റ്റേറ്റുകൾ മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ആൻസർ വിധാൻ പരിഷത്ത് ആണ് വരുന്നത് കേട്ടോ. വിധാൻ പരിഷത്ത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് ഏതാണ്? വിധാൻ പരിഷത്താണ്. ഓക്കെ, അപ്പൊ വിധാൻ സഭയാണ് നമ്മുടെ എന്താണ് ലോവർ ഹൗസ്. സ്റ്റേറ്റിന്റെ ലോവർ ഹൗസ് എന്ന് പറയുന്നത് വിധാൻ സഭയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആർട്ടിക്കിൾ 169 ആർട്ടിക്കിൾ 169 ഇതിനെപ്പറ്റി പറയുന്നത്. സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിളുകൾ ചിലതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ രാജ്യസഭയാണ് നമ്മുടെ സെൻട്രൽ ലെവലിലുള്ള അപ്പർ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ ഹൗസ് എന്ന് പറയുന്നത് ലോക്സഭയാണ്. അതുപോലെ സ്റ്റേറ്റ് ലെവലില് അപ്പർ ഹൗസ് എന്ന് പറയുന്നത് വിധാൻ പരിഷത്തും ലോവർ ഹൗസ് എന്ന് പറയുന്നത് വിധാൻ സഭയുമാണെന്ന് ഓർത്തു വെച്ചേക്കണം. ആർട്ടിക്കിൾ 169 ചില സ്റ്റേറ്റുകളിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ അല്ലെ. അതൊന്ന് ചിലപ്പോൾ അത് ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. തൽക്കാലം ഇപ്പൊ ഇത്രയും ഓർത്തു വെച്ചേക്കാം. അടുത്ത നോക്കിക്കേ, ഹരോൾഡ് ഡോമർ മോഡൽ വാസ് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് ഡാഷ് 5 ഇയർ പ്ലാൻ. 5 ഇയർ പ്ലാൻസ് എന്തായാലും പഠിക്കണം കേട്ടോ. നിങ്ങൾ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിതി ആയോഗ്, 5 ഇയർ പ്ലാൻസ്, പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കണം അടുത്ത പരീക്ഷ ഉള്ളവര്. ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് ഏത് 5 ഇയർ പ്ലാന്റെ ഐഡിയ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ മോഡലാണ് കേട്ടോ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത്. മെയിൻ ഐഡിയ ബിഹൈൻഡ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് കേട്ടോ. 1951 തൊട്ട് 1956 വരെയാണ് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നടന്നത്. അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ആ ഒരു മോഡൽ നമ്മൾ ഏതാ? ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ള, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അന്ന് നമ്മളെ എന്താണ്, അന്നും ഇന്നും ഒക്കെ ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താണ് ഉപജീവനത്തിനായിട്ട് ഏത് മേഖലയാണ് ആശ്രയിക്കുന്നതെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ തന്നെയാണ് കേട്ടോ. അഗ്രികൾച്ചർ ആണ്. അപ്പൊ അഗ്രികൾച്ചറിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്തത്. ഈ പ്ലാൻ സക്സസ്ഫുൾ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഏതൊക്കെ പ്ലാൻസ് സക്സസ്ഫുൾ ആണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. നമുക്കൊരു എന്താണ് 3.6 ആണ് ഇതിന്റെ അച്ചീവ് ചെയ്ത ഗ്രോത്ത് എന്ന് പറയുന്നത് 3.6 ആണ്. ടാർഗറ്റ് ചെയ്തിരുന്നത് 2.1 ആണ്. ടാർഗറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് 2.1 ആണ്. പക്ഷേ 3.6 നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. സോ ഈ പ്ലാൻ എന്താണ് സക്സസ്ഫുൾ ആണ്. ഈ പ്ലാനിലാണ് നമുക്കൊരു 5 IITs ആദ്യമായിട്ട് വരുന്നത്. 5 IITs സെറ്റപ്പ് ചെയ്ത് കുറെ കാര്യങ്ങളുണ്ട്.
ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് ഏത് 5 ഇയർ പ്ലാൻ ആണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. ഏത് വർഷമാണ്? 1951 to 56 ആണ് ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ടൈം എന്ന് പറയുന്നത്. ആരുടെ ടൈമാണ്? അപ്പോ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് ഏത് മേഖലയ്ക്കാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എത്ര ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ 2.1 ആണ്. എത്ര അച്ചീവ് ചെയ്തെന്ന് ചോദിച്ചാൽ 3.6 ആണ്. സോ ഇറ്റ് വാസ് എ സക്സസ്ഫുൾ പ്ലാൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. 5 IITs നമുക്ക് വന്നത് ഏത് 5 ഇയർ പ്ലാന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി കുറെ കാര്യങ്ങളുണ്ട്, തൽക്കാലം ഇത്രയെങ്കിലും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് നമ്മൾ ഹരോൾഡ് ഡോമർ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ആ മോഡലെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഫോം ചെയ്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് the board of control was established in England to control and supervise the administration of British India? അപ്പോ ഏത് ആക്ട് പ്രകാരമാണ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവം വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെ അറിയാം അല്ലെ. ഇത് സ്പെഷ്യലി ആക്ടുകൾ മാത്രമായിട്ട് ക്ലാസ് കേട്ടവർക്ക് ഇതിന്റെ ഉത്തരം കിട്ടിക്കാണും. ബോർഡ് ഓഫ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മൾ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചാണ് പഠിച്ചത്. കമ്പനി റൂൾസ് എന്നും ക്ലാസ് കേട്ടവരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? ക്രൗൺ റൂൾസ് എന്നും. കമ്പനി റൂൾസ് എന്നും ക്രൗൺ റൂൾസ് എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു അല്ലെ. അപ്പൊ കമ്പനി റൂൾസ് വരുന്നത് 1857 വരെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരെ വന്ന റൂൾസ് ഒക്കെ നമ്മൾ കമ്പനി റൂൾസ് വരെയാണ് പഠിച്ചത്. 1858 ക്രൗൺ നേരിട്ട് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നത്. ബാക്കി റൂൾസ് ഒക്കെ നമ്മൾ ക്രൗൺ റൂൾസിന്റെ അണ്ടറിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പനി റൂൾസ്, കമ്പനീനെ നമ്മുടെ ബ്രിട്ടീഷ് ക്രൗൺ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന റൂൾസ് ഉണ്ട്. കമ്പനി റൂൾസിനകത്ത് കൂടുതലായിട്ടും അതാണ് നമ്മൾ പഠിച്ചത് അല്ലെ, കമ്പനി റൂൾസ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു 1773 റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു ഫസ്റ്റ് പഠിച്ചത് അല്ലെ. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് ആദ്യമായിട്ട് കമ്പനീനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൗൺ കൊണ്ടുവരുന്ന ഫസ്റ്റ് റൂള്. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഓക്കെ, അപ്പൊ കമ്പനീനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വന്ന ആദ്യത്തെ റൂള് വെച്ചാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണെന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഈ 1773 റെഗുലേറ്റിംഗ് ആക്ടിനകത്ത് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട്, വില്യം പിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഈ ആക്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ആക്ട് കിടക്കുന്നത്, പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് ഈ പറയുന്ന ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കമ്പനിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഒക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് വന്നത്? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബോർഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഏതാണ് ബോർഡ് ഓഫ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട് ഏതാന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. 1784 കമ്പനിയുടെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഏത് കമ്പനിയുടെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നത്. ഓക്കെ, പിന്നെ അവരുടെ എക്കണോമിക് അഫയേഴ്സിന് വേണ്ടിയിട്ട് വേറെ സെക്ഷൻ, അങ്ങനെയാണ് തിരിച്ചത്. അങ്ങനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ് ബോർഡ് ഓഫ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് ഓർത്തിരിക്കണം. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് വന്ന ആക്ട് ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. പിന്നെ ചാർട്ടർ ആക്ടുകൾ ഒരു 2-3 പഠിക്കാനായിട്ടുണ്ട്. അത് ആക്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് മാത്രം പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിൽ ഇരുന്നവർക്ക് അത്യാവശ്യം ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തൽക്കാലം ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഏതാണ് ബോർഡ് ഓഫ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. ഓക്കെ, ഈ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. കൊണ്ടുവന്നത് ആരാണ്? വില്യം പിറ്റ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, as per the report of Nidhi Aayog in 2023, which among the following states in India has the lowest percentage of the total population that is multidimensionally poor? Multidimensionally poor ആയിട്ടുള്ള ആൾക്കാരുടെ ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതെന്നാണ് നിതി ആയോഗിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2023 റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും കേരള ആണ് ആൻസർ കേട്ടോ. ആ പോവർട്ടി ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആയിട്ട് ഇതുവരെ കിടക്കുന്നത് കേരളമാണ്. അതൊന്ന് പറഞ്ഞു തരാനാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നിതി ആയോഗ് പഠിക്കണം. നിതി ആയോഗുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതെങ്കിലും ഒരു
പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാനത് കുറെ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തൽക്കാലം നിതി ആയോഗ് അതിന്റെ കുറച്ച് റിപ്പോർട്ടുകളുണ്ട്, ഇത് പുറത്തിറക്കുന്ന കുറച്ച് റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ നിതി ആയോഗിന്റെ സൈറ്റിൽ കയറി നോക്കണം. നിതി ആയോഗ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അപ്പൊ അവരുടെ കുറച്ച് പ്രൊജക്ട് ശൂന്യ അങ്ങനെ കുറച്ച് പ്രോജക്റ്റുകളുണ്ട് നിതി ആയോഗ് നടത്തുന്ന. ആ പ്രോജക്റ്റുകളെ പറ്റി എല്ലാം എബൌട്ട് അസ് വായിച്ചു നോക്കണം. നിതി ആയോഗിന്റെ എബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ഒക്കെ എവിടുന്ന് വായിച്ചു നോക്കണം? നിതി ആയോഗിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കുക കേട്ടോ. അപ്പൊ അവർ നടത്തുന്ന സ്കീംസ് എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഡ്രോപ്പ് ഡൗൺ കാണും. അതിനകത്ത് നിന്ന് കുറച്ച് സ്കീംസ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിതി ആയോഗിന്റെ സൈറ്റ് ഒക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പൊ ആ സൈറ്റിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് സാധാരണയായിട്ട്. അപ്പൊ മൾട്ടി ഡയമെൻഷനലി പൂർ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കുറവുള്ളത് കേരളയാണ് കേട്ടോ. കേരളയാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏറ്റവും കൂടുതൽ പൂറസ്റ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടുള്ള ബീഹാറാണ് സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാറാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ ഉണ്ട് ഉത്തർപ്രദേശും ഒക്കെ വരുന്നുണ്ട് അതിന്റെ അടുത്തടുത്തായിട്ട്. ഇപ്പൊ ഏറ്റവും കുറവ് മൾട്ടി ഡയമെൻഷനലി പൂർ പോപ്പുലേഷൻ ഉള്ളത് കേരളയാണ് കേട്ടോ. കേരള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ലാസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്? ഇപ്പൊ ഓപ്ഷനിൽ ഫിറോസ് ഷാ തുഗ്ലക് ഉണ്ട്, സിക്കന്ദർ ലോധി ഉണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക് ഉണ്ട്, ഇബ്രാഹിം ലോധി ഉണ്ട്. ഓക്കെ, അപ്പൊ ഡൽഹി സുൽത്താനേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹി സുൽത്താനേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മള് എത്രയാണ് 5 വംശങ്ങളാണ് പഠിക്കുന്നത് അല്ലെ? ഏതൊക്കെയാണ്? 5 ഡൈനാസ്റ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാ? സ്ലേവ് ഡൈനാസ്റ്റി. ഫസ്റ്റ് ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റി ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റി ആണ്. സ്ലേവ് ഡൈനാസ്റ്റി. പിന്നെ ഏതാണ്? ഖിൽജി ഡൈനാസ്റ്റി. പിന്നെ ഏതാണ്? തുഗ്ലക് ഡൈനാസ്റ്റി. പിന്നെ സെയ്ദ്, ലാസ്റ്റ് ലോധി. അപ്പൊ ലോധി ഡൈനാസ്റ്റി ആണ് ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഫിറോസ് ഷാ തുഗ്ലക്കിനെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയും വെട്ടിക്കളയും. പിന്നെ നമുക്കുള്ള സംശയം സിക്കന്ദർ ലോധിയാണോ ഇബ്രാഹിം ലോധിയാണോ അല്ലേ? ലാസ്റ്റ് ഇവിടെ എന്താണ് സുൽത്താനേറ്റ് അവസാനിച്ച് നമുക്ക് മുഗൾ എറ വരുന്നത് ഏത് യുദ്ധം വഴിയാണ്? പാനിപ്പത്ത്. ഫസ്റ്റ് പാനിപ്പത്ത് വഴിയാണ് അല്ലെ? ഫസ്റ്റ് പാനിപ്പത്ത് വാർ വഴിയാണ് ഇവിടെ വരുന്നത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയായിരുന്നു അല്ലെ? ഇബ്രാഹിം ലോധിയാണ്. അപ്പൊ ഇബ്രാഹിം ലോധിയാണ് അതിൽ ബാബർ ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി 1526 കേട്ടോ. 1526 ഏപ്രിൽ 21 1526 ഏപ്രിൽ 21 ഈ പറയുന്ന പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. ഇന്നത്തെ ഹരിയാനയിലാണ് ഈ പാനിപ്പട്ട്. ഏത് സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഹരിയാനയിലാണ് പാനിപ്പട്ട് ഉള്ളത്. ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി ബാബർ ഇവിടെ സ്ഥാപിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് മുഗൾ വംശം. മുഗൾസിന്റെ എറ എവിടെയാണ്? ഗ്രേറ്റർ മുഗൾസിന്റെ എറ സ്റ്റാർട്ട് ചെയ്യുന്നത് 1526 ഏപ്രിൽ 21 ഈ ഒരു യുദ്ധത്തോടു കൂടിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോ ലാസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ആരാണ്? ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിയാണ്. അപ്പൊ സ്ലേവ് ഡൈനാസ്റ്റി ആണ് ഫസ്റ്റ് ഡൈനാസ്റ്റി. അതിനകത്ത് ആദ്യം നമ്മൾ സുൽത്താനേറ്റിൽ പഠിക്കുന്ന ആരെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്? ഖുത്ബുദ്ദീൻ ഐബക്കിനെയാണ്. ഖുത്ബുദ്ദീൻ ഐബക്ക്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഉള്ള ഒരു ക്ലാസ്സിൽ ഖുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റി ലാഖ്ബേഷ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇബ്രാഹിം ലോധി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു കേട്ടോ അദ്ദേഹവും. അതുപോലെ ഏറ്റവും ലോധി ഡൈനാസ്റ്റിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സിക്കന്ദർ ലോധി ആയിരുന്നു. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് സിക്കന്ദർ ലോധി ആയിരുന്നു. ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ ലാസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ചോദിച്ചാൽ ഇബ്രാഹിം ലോധിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ തുഗ്ലക് ഡൈനാസ്റ്റിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് ഡൈനാസ്റ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഖിൽജി ഡൈനാസ്റ്റിയാണ്. ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഖിൽജി, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്. സ്ലേവ് ഡൈനാസ്റ്റിയാണ് ഫസ്റ്റ് ഡൈനാസ്റ്റി. ആദ്യത്തെ ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ലാസ്റ്റ് ഡൈനാസ്റ്റി ലോധി ഡൈനാസ്റ്റിയാണ്. അവസാനത്തെ ആരാണ്? ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നമ്മുടെ 1526 ഏപ്രിൽ 21 നടന്ന ഇപ്പോഴത്തെ നമ്മുടെ ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് നടന്ന ആ ഒരു യുദ്ധത്തിന് ഫസ്റ്റ് പാനിപ്പട്ട് വാർ. സെക്കൻഡ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഉണ്ട്. ഫസ്റ്റ് പാനിപ്പട്ട് യുദ്ധം 1526 ഏപ്രിൽ 21. അതിൽ ബാബർ ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി ഏത് മുഗൾ എറ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ്. അപ്പൊ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷൻ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം, എഫോർട്ട് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുവാണ്, നമ്മൾ അതിന്റെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ അത്രയും ട്രൈ ചെയ്യണം. ഡെയിലി നമ്മൾ ഇത്ര മണിക്കൂർ വെച്ച് പഠിക്കണം എന്ന് ഉറപ്പിച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ എനിക്കറിയാം കുറച്ച് ബോറിംഗ് ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അതുമല്ല വൺ മാൻ ഷോ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കമൊക്കെ വരും. പക്ഷെ അങ്ങനെ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നവരാണ് ഏറ്റവും മുകളിലേക്ക് എത്തുക. നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ്, ചിലപ്പോൾ ഒരു കീറ് പേപ്പറിൽ നിന്നൊക്കെ കിട്ടുന്ന പോയിന്റ്സ് വരെ വായിച്ച് അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പൊ നമുക്ക് ഉറങ്ങാതെ എന്ത് ബോറിംഗ് ആയിട്ടുള്ള ക്ലാസ്സോ എന്തോ ആയിക്കോട്ടെ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാതെ ഇരുന്ന് അത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉള്ളിലുള്ള ഒരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. ഒരു പോയിന്റ് ഏത് പോയിന്റാ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അത്രയും ഫയർ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കാണ് നോർമലി അവരാണ് മുകളിലേക്ക് എത്തുക. സോ മാക്സിമം ട്രൈ ചെയ്യുക. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അടുത്തൊരു സെറ്റ് PYQ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.